മഞ്ചേശ്വരം, പിന്നീട് കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, പഴയ ഹോസ്ദുർഗ്, തൃക്കരിപ്പൂര്, കല്യാശ്ശേരി, പയ്യന്നൂര്, ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന 2 ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങൾ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന അക്ഷരാർത്ഥത്തിൽ പറയുന്ന പല ഭാഷയിലാണ് വോട്ട് ചോദിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയൊക്കെ എനിക്ക് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ രാമറേയും രാമണ്ണറേയും തമ്മിലുള്ള മത്സരമാണ്. രാമറേയും രാമണ്ണറേയും രണ്ടുപേരും ബന്ധുക്കളായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. മക്കൾ വിവാഹിതരായോടുകൂടി മത്സരം ഞാൻ ജനിച്ചു പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് ദൂരം നടന്നാണ് പോകുന്നത്. കടന്നപ്പള്ളി രാമേന്ദ്രൻ തോൽപ്പിച്ച മണ്ഡലമാണ് രാമണ്ണറേ. അപ്പം രാമറേ എന്ന് എഴുതുമോ റൈ എന്ന് എഴുതുമോ എന്നായിരുന്നു ഞങ്ങളുടെ വലിയ കൗതുകവും സംശയം. കാരണം ചിലയിടത്ത് റേ, ചിലയിടത്ത് റൈ. അന്ന് ഈ അക്ഷരത്തിന്റെ പക്ഷെ നാട്ടുകാർക്ക് അവരെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു സംശയവും ഉണ്ടായിട്ടില്ല. അടിസ്ഥാനപരമായ മണ്ഡലത്തിന്റെ സ്വഭാവമായിരുന്നു. 2019 ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് വണ്ടി കയറുന്നതിന്റെ ആ സാഹചര്യമുണ്ടല്ലോ. കാരണം ആപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് LDF. ഒരു ഏകദേശം പ്രചരണം തുടങ്ങി കഴിയുന്ന സമയത്താണ് ഉണ്ണിത്താൻ അവിടെ ചെല്ലുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റും ഇല്ലാതാണ് ചെല്ലുന്നത്. പിന്നീട് അവിടുത്തെ ഇന്ന് ആരാണ്? ഉണ്ണിച്ച. പക്ഷേ അവിടെ ഈ രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും ഇപ്പൊ ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലം, ബന്തെടുക്ക എന്ന സ്ഥലത്ത് ഈ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ എണ്ണിയാൽ എനിക്ക് തോന്നുന്നത് 8, 10, 11 പേരുടെ ഒരുമിച്ചാണ് ഞങ്ങളുടെ നാട്ടിൽ. കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പല ഘട്ടങ്ങളിൽ തുടർച്ചയുണ്ടായപ്പോൾ കാസർഗോഡ് ഈ ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ ഒറ്റപ്പെട്ട മറ്റു ചില സ്ഥലങ്ങളിലും മാത്രമാണ് ഈ രാഷ്ട്രീയമായി കൊലപാതകത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. മറ്റ് അക്രമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ആ നിലയിൽ വളരെ അപൂർവമായ സംഭവങ്ങളായിരുന്നു ഉണ്ടായത്. പക്ഷേ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം ഉണ്ടായതോടുകൂടി അവിടെ കഥ മാറി, ചരിത്രം മാറി. നിലവിലെ സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം രതീഷ്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ സിറ്റിംഗ് MP. തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന് അദ്ദേഹം പോയി കാസർഗോഡ് വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. ലീഗിന്റെയും കോൺഗ്രസിന്റെയും വലിയ പിന്തുണയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണയും വലിയ കരുത്താക്കി മാറ്റുന്നത്. അതേസമയം തന്നെ MP ബാലകൃഷ്ണൻ മാസ്റ്റർ ദീർഘകാലമായി, പതിറ്റാണ്ടുകളായി വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ, ഉത്തര കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബലമായ മുഖം, ക്ലീൻ ഇമേജ് ഉള്ള നേതാവ് അദ്ദേഹം മത്സരിക്കുന്നു LDF സ്ഥാനാർത്ഥിയായി. പുതുമുഖമാണ് ഇന്ത്യക്ക് കൈപ്പള്ളി. ശരി, തീർച്ചയായും. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് ഫാക്ടേഴ്സ് ചിലപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അടിയൊഴുക്കുകളായി. കാരണം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അവിടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മരണം 2 ഹൃദയങ്ങളുടെ യുവാക്കളുടെ ചിത്രമാണ്. കാണുമ്പോൾ കണ്ണീര്, ആ വോട്ട് അങ്ങനെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇത്തവണ ഒരുപാട് ഫാക്ടേഴ്സ്. കാരണം നമ്മളിപ്പോൾ ഒരു ബോംബ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു ആ സമാനമായ ഒരു മലബാർ മേഖലയിൽ. ഒപ്പം പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തായിരിക്കാം കെ മധു, രതീഷ്? നോക്കൂ, ആദ്യം നമുക്ക് അവിടുത്തെ കള്ളവോട്ട് തടയാനാകുമോ അല്ലെ? ആർക്ക് പാരയാകും? കള്ളവോട്ടുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നു വന്നു. അത് ആർക്ക് പാരയാകും എന്നൊരു ചോദ്യമുണ്ട്. മഞ്ചേശ്വരത്തിലെ തിരഞ്ഞെടുപ്പ് കേസൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സ്ഥാനാർത്ഥികളുടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിലെ അടിയൊഴുക്ക്, റിയാസ് മൗലവി കേസിലെ വിധി, ഒപ്പം NDA നേടുന്ന വോട്ട് ആർക്ക് തിരിച്ചടി തുടങ്ങിയ റിയാസ് മൗലവി കേസിലെ വിധി വളരെ നിർണായകമാകും ഇത്തവണ. കാരണം അത് ന്യൂനപക്ഷ വോട്ടുകൾ ആർജിച്ചെടുക്കാൻ, സമാഹരിക്കാൻ കൈമൈ മറന്ന് ഇടതുമുന്നണി ശ്രമിക്കുന്നതിനിടയിലാണ് അത്തരത്തിലുള്ള ഒരു വിധി വരുന്നത് എന്നുള്ളത് തീർച്ചയായും അതൊരു എളുപ്പമല്ലാത്ത ഒരു കാര്യമാണ്. അക്കിലസ് ഹീൽ എന്നൊക്കെ പറയുന്ന പോലെ കവചത്തിനുള്ളിലെ തുളയായി തന്നെ അത് നിലനിൽക്കും.